സർക്കാർ അവഗണനയ്ക്കെതിരെ ആശാമാർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക്. വ്യാഴാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിലെ സമരവേദിയിൽ നിരാഹാര സമരം. ആദ്യഘട്ടത്തിൽ 3 ആശാവർക്കർമാർ നിരാഹാര സമരമിരിക്കും. സർക്കാർ അവഗണനയ്ക്കെതിരെ ആളിക്കത്തി ആശാവർക്കർമാരുടെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങളും MG റോഡും ഉപരോധിച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷന് സാധുതയില്ലെന്ന് കോടതി. വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ബോർഡെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്. വിധി വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിയിൽ. കൊല്ലം മുളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസ്. പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റു. കാറിൽ രക്ഷപ്പെട്ട അക്രമി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. ചവറ സ്വദേശിയുടെ മൃതദേഹം കടപ്പാക്കട റെയിൽവേ ട്രാക്കിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നിർമ്മല സീതാരാമനുമായി എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല. നടന്നത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഗവർണർ ഇട്ട പാലത്തിലൂടെ അങ്ങോട്ട് പോയതല്ലെന്നും പ്രതിപക്ഷത്തിന് മറുപടി. പതിവില തട്ടിപ്പ് കേസിൽ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണം മികച്ച രീതിയിലെന്നും മുഖ്യപ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നും മുഖ്യമന്ത്രി. ഇടുക്കി ഗ്രാമ്പിയിൽ ഭീതി പരത്തിയ കടുവയെ വെടിവെച്ചു കൊന്നു. ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കടുവയ്ക്ക് നേരെ പ്രാണരക്ഷാർത്ഥം വെടിവെച്ചെന്ന് DF. പുലർച്ചെ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ വീഴ്ത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. വിയോഗം ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി. വിടവാങ്ങുന്നത് ശ്രദ്ധേയമായ ഒട്ടേറെ ഗാനങ്ങളുടെ രചയിതാവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നീക്കി ED. നീക്കിയത് കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ P. രാധാകൃഷ്ണനെ. നടപടി കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കും. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഞ്ചാവ് വാങ്ങാൻ മുഖ്യപ്രതി അനുരാജ് ഗൂഗിൾ പേ വഴി നൽകിയത് 16,000 രൂപ. ഹോസ്റ്റലിൽ കഞ്ചാവ് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്നും പോലീസ് കണ്ടെത്തി. മലപ്പുറത്ത് രാസലഹരി നൽകി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് വേങ്ങര ചേറൂർ സ്വദേശി അബ്ദുൾ ഗഫൂർ. 2020 +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 വരെ നീണ്ടു. നഗ്ന ദൃശ്യം പകർത്തി സ്വർണ്ണാഭരണവും തട്ടി. പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനമെന്ന് പോലീസ്. ആനയെഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആനയെഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമെന്ന് വിമർശനം. കാട്ടാനകളുടെ സർവേയും നിർത്തിവെക്കാൻ നിർദ്ദേശം. പ്രതിരോധം, സുരക്ഷാ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ന്യൂസിലൻഡ് ധാരണ. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ന്യൂസിലൻഡിൽ ശക്തമാകുന്നതിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സോണിനെ ആശങ്കയറിയിച്ച് നരേന്ദ്രമോദി. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചയ്ക്കും തീരുമാനം.